welcome to Kids Area Online. Class 1 Integration Exam ആണ്. അപ്പോൾ Integration Examന് ചോദിക്കാവുന്ന important questions ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കായി കിഡ്സ് ഏരിയ ഓൺലൈൻ നടത്തുന്ന ടെസ്റ്റാണ് ആനുവൽ സ്കോളർ എക്സാം. ഈ അവധിക്കാലത്താണ് എക്സാം വരുന്നത്. ഈ വർഷം കുട്ടികൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് എക്സാം. അവധിക്കാലത്ത് വീട്ടിലിരുന്ന് കുട്ടികൾക്ക് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഉത്തരങ്ങൾ കണ്ടുപിടിച്ച് എഴുതുന്ന രീതിയിലാണ് ആനുവൽ സ്കോളർ എക്സാം വരുന്നത്. ക്യാഷ് പ്രൈസ് ആണ് ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് സമ്മാനമായി കിട്ടുന്നത്. 1ാം സമ്മാനം, 2ാം സമ്മാനം, 3ാം സമ്മാനം, 4ാം സമ്മാനം, 5ാം സമ്മാനം വരെ ഉണ്ട്. നിങ്ങൾക്ക് അയച്ചു തരുന്ന ബുക്ക്ലെറ്റിൽ ആൻസർ എഴുതി അയക്കുന്ന രീതിയിലാണ് എക്സാം ക്രമീകരിച്ചിട്ടുള്ളത്. ഒരു ബുക്ക്ലെറ്റിന്റെ വില 190 രൂപയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ നൽകിയിട്ടുള്ള കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. ഇവിടെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. 9746487799 ഇതാണ് കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ വാട്സ്ആപ്പ് നമ്പർ. അതുപോലെ ഏപ്രിൽ 6-ന് കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ബേസിക് ക്ലാസ് ആണ്. കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് ക്ലാസ്സസും നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി വായിക്കുവാനും കൂട്ടി എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ടുള്ള വെക്കേഷൻ ക്ലാസ് ആണ്. മലയാളത്തിനും ക്ലാസ് ഉണ്ട്, ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിയുണ്ട്. ഇത് മൂന്നായിട്ടാണ്. അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ എല്ലാ കുട്ടികൾക്കും ഇംഗ്ലീഷ് എക്സാം എഴുതുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ അത്യാവശ്യമായിട്ടും അറിഞ്ഞിരിക്കണം. ബേസിക് ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ് ഉണ്ട്. കുട്ടികൾക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസും കിഡ്സ് ഏരിയ ഓൺലൈൻ ഈ വെക്കേഷനിൽ നൽകുന്നുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾക്ക് STD1 പ്രിപ്പറേഷൻ ക്ലാസ്സസ് നൽകുന്നുണ്ട്. അതുപോലെ മാത്സ് ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. മാത്സ് ബേസിക്കും ഈ വെക്കേഷനിൽ കുട്ടികൾക്കായി നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കോഴ്സാണോ ആവശ്യം അതിനായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. അതുപോലെ റെക്കോർഡഡ് ക്ലാസ്സസും നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം ആബ്സെന്റ് ആവുകയാണെങ്കിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്റഗ്രേഷൻ എക്സാമിന് ചോദിക്കാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. റെഡിയാണോ? യെസ്. ആദ്യത്തെ ചോദ്യം, അടുക്കളയിൽ കാണുന്നവ വട്ടമിടൂ. അടുക്കളയിൽ കാണുന്നവ വട്ടമിടൂ. ഇതിൽ ഏതൊക്കെയാ അടുക്കളയിൽ കാണുന്നേ? വാഷിംഗ് മെഷീൻ, മിക്സി, കുക്കർ, ഗ്യാസ്, പെൻസിൽ, തവികൾ, റിമോട്ട് കൺട്രോൾ, ചിരവ. ഇതിൽ ഏതൊക്കെയാണ് അടുക്കളയിൽ കാണുന്നത്? വാഷിംഗ് മെഷീൻ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണമാണോ? അല്ല. മിക്സിയോ? യെസ്, അടുക്കളയിൽ കാണുന്ന ഉപകരണമാണ്. ഗ്യാസ് സ്റ്റൗ, പാത്രം ഇതൊക്കെ അടുക്കളയിൽ കാണുന്നതാണ്. പെൻസിൽ? നോ. തവികൾ? അതെ, അടുക്കളയിൽ കാണുന്ന ഉപകരണങ്ങളാണ്. റിമോട്ട് കൺട്രോൾ, TV കാണുന്നത്, AC ഒക്കെ ഉപയോഗിക്കുന്ന റിമോട്ട് കൺട്രോൾ? നോ, അടുക്കളയിലല്ല. ചിരവ അടുക്കളയിലാണ്. ഓക്കെ. അപ്പോൾ അടുക്കളയിൽ കാണുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാലോ. ചിരവ ഉണ്ടാവും, തവികൾ ഉണ്ടാവും, ഗ്യാസ് സ്റ്റൗ ഉണ്ടാവും, മിക്സി ഉണ്ടാവും, ഗ്രൈൻഡർ ഉണ്ടാകും, കത്തി ഉണ്ടാകും. ഇതൊക്കെ അടുക്കളയിൽ കാണുന്ന ഉപകരണങ്ങളാണ്. 2ാമത്തെ ചോദ്യം, യോജിപ്പിക്കൂ. മുറികൾ തമ്മിൽ യോജിപ്പിക്കൂ. ഇവിടെ അതിഥികളെ സ്വീകരിക്കുന്ന മുറിയുണ്ട്, വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്ന മുറിയുണ്ട്, എല്ലാ വീടുകളിലും ഉറങ്ങാനുള്ള മുറിയുണ്ട്, ശുചിയാകാനുള്ള മുറിയുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ള മുറിയുണ്ട്. അതിഥികളെ സ്വീകരിക്കുന്ന മുറി ഏതാ? സ്വീകരണ മുറി. ഏതാണ്? സ്വീകരണ മുറി. ഓക്കെ. ഭക്ഷണം പാചകം ചെയ്യുന്ന മുറി ഏതാ? ഭക്ഷണം പാചകം ചെയ്യുന്നതാണ്, കഴിക്കാനുള്ളതല്ല. പാചകം ചെയ്യുന്ന മുറി ഏതാണ്? അടുക്കള. ഏതാണ്? അടുക്കള. ഉറങ്ങാനുള്ള മുറി ഏതാ? ഉറങ്ങാനായിട്ട് ഉപയോഗിക്കുന്നത് ബെഡ്റൂം എന്ന് പറഞ്ഞാൽ എന്താ? കിടപ്പുമുറി. എന്താണ്? കിടപ്പുമുറി. ശുചിയാകാനുള്ള മുറി, കുളിക്കാൻ, വാഷ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്നത് എവിടെയാണ്? വാഷ്റൂം. യെസ്, ശുചിമുറി. ഭക്ഷണം കഴിക്കാനുള്ള മുറി ഏതാ? ഭക്ഷണം കഴിക്കാനുള്ള മുറി ഡൈനിങ് റൂം. യെസ്, ഭക്ഷണമുറി. ഓക്കെ. അപ്പൊ മുറികൾ മനസ്സിലായോ? തെറ്റിക്കില്ലല്ലോ ഇനി. എല്ലാ മുറികളും, ഒരു വീട്ടിൽ ഏതൊക്കെ മുറികളുണ്ടെന്ന് അറിയാലോ. അടുക്കളയുണ്ട്, സ്വീകരണ മുറിയുണ്ട്, ശുചിമുറിയുണ്ട്, കിടപ്പുമുറിയുണ്ട്, ഭക്ഷണമുറിയുണ്ട്. ഇനി അവ എന്തിനെല്ലാം ആണെന്ന് മനസ്സിലായോ? മനസ്സിലായി. 3ാമത്തെ ചോദ്യമാണേ, അടുക്കളയിലെ ജോലികൾ. അടുക്കള ജോലികൾ ഇതെന്ത് ജോലിയാ? അടുക്കളയിൽ ചെയ്യുന്ന ഈ ജോലി ഏതാ? നിലം തുടയ്ക്കുക, നിലം വൃത്തിയാക്കുക അടുക്കളയിലെ ജോലി, അടുക്കള ജോലിയാണ്.
ഇനി ഇതോ മീൻ വെട്ടുന്നു. മീൻ വെട്ടുന്നു. മീൻ വെട്ടുന്നത് അടുക്കള ജോലിയാണ്. ഇവിടെയാണെങ്കിലോ പാചകം ചെയ്യുന്നു. പാചകം ചെയ്യുന്നത് അടുക്കള ജോലിയാണ്. ഇവിടെയോ പാത്രം കഴുകുന്നു. പാത്രം കഴുകുന്നത് അടുക്കള ജോലിയാണ്. അപ്പൊ അടുക്കള ജോലികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായോ? മനസ്സിലായി. നാലാമത്തെ ചോദ്യമാണേ. ഇവിടെ കുറച്ച് ജീവികളുണ്ട്. ഇതിൽ കാലില്ലാത്ത ജീവികളുണ്ട്, 4 കാലുള്ള ജീവികളുണ്ട്, 6 കാലുള്ള ജീവികളുണ്ട്, നിറയെ കാലുകളുള്ള ജീവികളുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കാലില്ലാത്തവ. കാലില്ലാത്തതിൽ ഏതൊക്കെയാണ്? പാമ്പ്, ഒച്ച്. ഇവയ്ക്ക് എന്തില്ല? കാലില്ല. പാമ്പ്, ഒച്ച് ഇവയ്ക്ക് കാലില്ല. ഇനി 4 കാലുള്ളവ. 4 കാലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാ? പശു, മുയൽ, പട്ടി, തവള. പശു, മുയൽ, പട്ടി, തവള. തവളയ്ക്ക് 4 കാലാണ് കേട്ടോ, തെറ്റരുത്. തവളയ്ക്ക് എത്ര കാലാ? 4 കാല്. അപ്പൊ 4 കാലുള്ളവ. ഇനി 6 കാലുള്ളവ ഏതൊക്കെയാ? 6 കാലുള്ളവ. 6 കാലുള്ളവ തേനീച്ച, ഉറുമ്പ്. 6 കാലുള്ളത് എന്തിനൊക്കെയാണ്? തേനീച്ച, ഉറുമ്പ്. തേനീച്ചയ്ക്കും ഉറുമ്പിനും എത്ര കാലുകളാ? 6 കാലുകൾ. ഇനി ഒത്തിരി കാലുകൾ ഉള്ളത് ആർക്കൊക്കെയാ? ഒത്തിരി കാലുകൾ, നിറയെ കാലുകൾ ഉള്ളത് ആർക്കൊക്കെയാ? ചിലന്തിക്ക് നിറയെ കാലുണ്ട്, ഞണ്ടിന് നിറയെ കാലുണ്ട്, പഴുതാരയ്ക്ക് നിറയെ കാലുകളുണ്ട്, അട്ടയ്ക്ക് നിറയെ കാലുകളുണ്ട്. അപ്പോൾ ഒത്തിരി കാലുകൾ ഉള്ളത് ആരൊക്കെയാണ്? ചിലന്തി, ഞണ്ട്, പഴുതാര, അട്ട. ഓക്കെ. അപ്പൊ കാലില്ലാത്ത ജീവികൾ, 4 കാലുള്ള ജീവികൾ, 6 കാലുള്ള ജീവികൾ, ഒത്തിരി നിറയെ കാലുകളുള്ള ജീവികൾ. ഇത്രയും മനസ്സിലായോ? മനസ്സിലായോ? തെറ്റിക്കില്ലല്ലോ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ? ഓക്കെ. 5ാമത്തെ ചോദ്യമാണേ. ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്, അത് വായിക്കണം. വായിച്ചിട്ട് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. അതാണ് ചോദ്യം. അപ്പുവും അമ്മുവും കൂടി മുറ്റത്തെ മാവിൻ ചുവട്ടിൽ പോയി. അവിടെ നല്ല പഴുത്ത 11 മാമ്പഴങ്ങൾ വീണ് കിടപ്പുണ്ടായിരുന്നു. അവർ അതെല്ലാം പെറുക്കി എടുത്തു. മാമ്പഴങ്ങൾ എങ്ങനെ ഭാഗിക്കണം എന്ന കാര്യത്തിൽ രണ്ടുപേരും തമ്മിൽ വഴക്കായി. അപ്പു പറഞ്ഞു, നമുക്ക് ഓട്ട മത്സരം നടത്താം. മാവിൻ ചുവട്ടിൽ നിന്നും വീടിന്റെ ഉമ്മറം വരെ, ഉമ്മറത്തിന് മുറ്റാണ് കേട്ടോ, വരെ ആദ്യം ഓടിയെത്തുന്ന ആൾക്ക് 6 മാമ്പഴം എടുക്കാം. അമ്മു അത് സമ്മതിച്ചു. അവർ ഓട്ടം തുടങ്ങി. ഇടയ്ക്ക് അയൽപ്പക്കത്തെ കിട്ടുവും മീനുവും വന്നവരെ കളിക്കാൻ വിളിച്ചു. പക്ഷെ ജയിക്കാനുള്ള ആവേശത്തിൽ അവർ ആരോട് സംസാരിക്കാതെ ഓട്ടം തുടർന്നു. അപ്പൊ അതിൽ നിന്നും 1ാമത്തെ ചോദ്യം എന്താണെന്നറിയാവോ? അപ്പുവും അമ്മുവും കൂടി എവിടെയാണ് പോയത്? ഉത്തരം നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടാവും. അവിടെ നിന്ന് ഉത്തരം കണ്ടുപിടിച്ചെഴുതണം. അപ്പുവും അമ്മുവും കൂടി മുറ്റത്തെ മാവിൻ ചുവട്ടിൽ പോയി. അപ്പൊ അപ്പുവും അമ്മുവും കൂടി എവിടെ പോയി? ഇതങ്ങ് എഴുതുക, മുറ്റത്തെ മാവിൻ ചുവട്ടിൽ. അപ്പൊ ഇതുപോലെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു കഥ പോലെ നൽകിയിരിക്കും. അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? ഈ കഥ നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചു നോക്കുക. അപ്പോൾ ഉത്തരം കിട്ടും. അപ്പവും അമ്മുവും കൂടി മുറ്റത്തെ മാവിൻ ചുവട്ടിൽ പോയി. അപ്പൊ അപ്പവും അമ്മുവും കൂടി എവിടെ പോയി? മുറ്റത്തെ മാവിൻ ചുവട്ടിൽ. 2ാമത്തെ ചോദ്യം, ആകെ എത്ര മാമ്പഴങ്ങളാണ് അവർക്ക് കിട്ടിയത്? അവിടെ നല്ല 11 മാമ്പഴങ്ങൾ വീണ് കിടപ്പുണ്ടായിരുന്നു. ആകെ എത്ര മാമ്പഴങ്ങൾ? 11 മാമ്പഴങ്ങൾ. ഓക്കെ. 3ാമത്തത്, ജയിക്കുന്ന ആൾക്ക് എത്ര മാമ്പഴം കിട്ടുമെന്നാണ് അവർ തീരുമാനിച്ചത്? ആദ്യം ഓടി എത്തുന്ന ആൾക്ക് 6 മാമ്പഴം. അപ്പൊ ജയിക്കുന്ന ആൾക്ക് 6 മാമ്പഴം. 4ാമത്തെ ചോദ്യം, കുട്ടികളെ കളിക്കാൻ വിളിച്ചത് ആരൊക്കെയാ? അയൽപ്പക്കത്തിൽ ആരൊക്കെയാ? കിട്ടുവും മീനുവും വന്നവരെ കളിക്കാൻ വിളിച്ചു. അപ്പൊ കുട്ടികളെ കളിക്കാൻ വിളിച്ചത് ആരൊക്കെയാണ്? കിട്ടുവും മീനുവും. കിട്ടുവും മീനുവും. 5ാമത്തെ ചോദ്യം, വഴക്ക് തീർക്കാൻ അപ്പു പറഞ്ഞ വഴി എന്തായിരുന്നു? ഓട്ട മത്സരം നടത്താം. നമുക്ക് ഓട്ട മത്സരം നടത്താം. അപ്പോൾ ആ വഴക്ക് തീർക്കാൻ വേണ്ടി അപ്പു എന്ത് പറഞ്ഞു? ഓട്ട മത്സരം നടത്താം. ആരാണോ മാവിൻ ചുവട്ടിൽ നിന്ന് വീടിന്റെ മുറ്റത്ത് ആദ്യം ഓടിയെത്തുന്ന ആൾക്ക് 6 മാമ്പഴം, കൂടുതൽ മാമ്പഴം കിട്ടും എന്ന് ഒരു വഴക്ക് തീർക്കാൻ വേണ്ടി പറഞ്ഞുറപ്പിച്ചു. അപ്പൊ ഇതുപോലെ ഒരു കഥ തന്നാൽ അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തി എഴുതാനുണ്ടാവും. കണ്ടെത്തി എഴുതില്ലേ? എഴുതും. 6ാമത്തെ ചോദ്യമാണേ. നോക്കിയേ, ഇവിടെ വിമാനത്തിൽ ആരൊക്കെയാ പോകുന്നേ? ഒത്തിരി മൃഗങ്ങൾ വിമാനത്തിൽ യാത്ര ചെയ്യാണല്ലേ. വിമാനം പോകുന്നത് താഴെ കൂടെയാണോ? റോഡിൽ കൂടെയാണോ? അല്ല, പിന്നെ എവിടെ കൂടെയാ? ആകാശത്തിൽ കൂടെയാ. ആകാശത്തിൽ കൂടി പോകുമ്പോ അവർ താഴോട്ട് നോക്കുമ്പോൾ ഒത്തിരി കാഴ്ചകൾ കാണില്ലേ?
കാണില്ലേ? കാണും. അങ്ങനെയാണെങ്കിൽ അവർ കണ്ട കാഴ്ചകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ പട്ടണത്തിലെ കാഴ്ചകളാണ് കേട്ടോ. അവർ പട്ടണത്തിൽ കൂടെയാണ് പോകുന്നത്. പട്ടണത്തിൽ അവർ എന്തൊക്കെ കണ്ടു എന്നാണ് എഴുതേണ്ടത്. പട്ടണത്തിൽ എന്തൊക്കെയുണ്ട്? ആകാശത്തോളം ഉയരമുള്ള വലിയ വീടുകളും ഫ്ലാറ്റുകളും കണ്ടു. റോഡിലൂടെ വരിവരിയായി ഓടുന്ന കുഞ്ഞി കാറുകളും ബസ്സുകളും കണ്ടു. കുട്ടികൾ കളിക്കുന്ന പാർക്കുകൾ കണ്ടു. പട്ടണത്തിന് അരികിലൂടെ ഒഴുകുന്ന പുഴയും അതിനു മുകളിലെ പാലങ്ങളും കണ്ടു. രാത്രിയിലെ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്ന തെരുവ് വിളക്കുകൾ കണ്ടു. വലിയൊരു മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നത് കണ്ടു. അപ്പോൾ ആകാശത്തു കൂടി പോകുമ്പോൾ അവർ എന്തൊക്കെ കാഴ്ചകൾ കണ്ടിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകാശത്ത് വലിയ വീടുകളും ഫ്ലാറ്റുകളും, പിന്നെ റോഡിലൂടെ ഓടുന്ന കാറുകളും ബസ്സുകളും, പാർക്കുകൾ, കുട്ടികൾ കളിക്കുന്ന പാർക്കുകൾ, പട്ടണത്തിന് അരികിലൂടെ ഒഴുകുന്ന പുഴയും അതിനു മുകളിലെ പാലങ്ങളും, പിന്നെ എന്താണ്, രാത്രിയാവുമ്പോൾ ലൈറ്റ് ഇടത്തില്ലല്ലോ? യെസ്, ലൈറ്റ്. അപ്പോൾ നക്ഷത്രങ്ങളെ പോലെ മിന്നിത്തിളങ്ങുന്ന തെരുവ് വിളക്കുകൾ കണ്ടു. വലിയൊരു മൈതാനത്ത് കുട്ടികൾ പന്ത് കളിക്കുന്നത് കണ്ടു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് ഉത്തരം എഴുതാം കേട്ടോ. 7ാമത്തെ ചോദ്യമാണേ, ശരിയായ രീതിക്ക് നേരെ അടയാളം നൽകുക. ഇവിടെ ശരിയായ രീതികൾ ഏതൊക്കെ, തെറ്റായ രീതികൾ ഏതൊക്കെ? ഇതിൽ ശരിയായ രീതികൾ ഏതൊക്കെയാണെന്ന് അറിയാവോ? ബക്കറ്റിൽ വെള്ളം പിടിക്കുന്നത് ശരിയായ രീതിയാണ്. വാട്ടർ ക്യാൻ ഉപയോഗിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് നല്ല രീതിയാണ്. ഓക്കെ, അതുപോലെ മോശം രീതികൾ ഏതൊക്കെയാ? നോക്കിയേ, ഈ കുട്ടി വെള്ളം തുറന്നു വിട്ട് പല്ല് തേക്കുന്നു. നോക്കിയേ, ഹോസിൽ വെള്ളം തുറന്നു വിട്ടിട്ട് മൊബൈലിൽ നോക്കുന്നു. അപ്പൊ ഇത് രണ്ടും തെറ്റായ രീതികൾ. വെള്ളം സൂക്ഷിച്ചുപയോഗിക്കുന്നത് ശരിയായ രീതിയും വെള്ളം സൂക്ഷിക്കാതെ ശ്രദ്ധയില്ലാണ്ട് ഉപയോഗിക്കുന്നത് തെറ്റായ രീതിയും. ഓക്കെ, ഇനി നല്ല ശീലങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ നല്ല ശീലങ്ങൾ എന്തൊക്കെയാ? നമ്മുടെ സ്വന്തം സാധനങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ ബുക്ക്, ടോയ്സ്, ബെഡ്, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ സ്വന്തം കാര്യങ്ങൾ വൃത്തിയായി സൂക്ഷിക്കണം. പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. പരിസരം, നമ്മുടെ വീടിന് ചുറ്റും, നമ്മുടെ വീടും എല്ലാം എന്ത് ചെയ്യണം? വൃത്തിയായി സൂക്ഷിക്കണം. പരിസരം വൃത്തിയായി സൂക്ഷിക്കണം. നഖം വെട്ടണം. പിന്നെന്താണ്? നഖം വെട്ടണം. ദിവസവും എന്ത് ചെയ്യണം? കുളിക്കണം. ദിവസവും പല്ലു തേക്കണം. നല്ല വസ്ത്രങ്ങൾ ധരിക്കണം. നമ്മൾ നല്ല വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നല്ല ശീലങ്ങൾ എന്തൊക്കെയാ? സ്വന്തം കാര്യങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക, പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, നഖം വെട്ടുക, കുളിക്കുക, പല്ല് തേക്കുക, നല്ല വസ്ത്രങ്ങൾ ധരിക്കുക, മുതിർന്നവരെ ബഹുമാനിക്കുക. ഇതെല്ലാം നല്ല ശീലങ്ങളാണ് കേട്ടോ. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? തെറ്റാണ്ട് എഴുതത്തില്ലേ? ഓക്കെ, ഓക്കെ children, bye bye, thank you.